വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ വികാരി ഫാദർ തോമസ് പറപ്പനാച്ചർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ, എല്ലാവർക്കും വിശുദ്ധ സമുദായങ്ങളുടെ തിരുനാളാംശ ആശംസകൾ നമ്മളോടൊപ്പം നേരിടുന്നു. ഇന്ന് നമ്മുടെ ഇടവക ദിനം, ഇടവകയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചും വിളിച്ചോതി നമ്മൾ ഇടവകയുടെ കുടുംബം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ ദിനം ആഘോഷിക്കുന്നു. നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് ഈ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ തണലായി നിന്നവരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ഇടവക ദിനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തോമസ് പറപ്പനാച്ചനെ ഏറെ സ്നേഹത്തോടെ ഞാൻ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും തീക്ഷ്ണതയോടെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരികയും നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മയാണ് നമ്മുടെ പള്ളിയുടെ ശക്തി. പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാവരെയും എല്ലാ വിശുദ്ധ സഹസ്രവാസ നാമത്തിലുള്ള എല്ലാ ആശംസകളോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികൾ, സിസ്റ്റേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട കൈകാരൻ അജി, സിസ്റ്റർ തെരേസ്, ഏറ്റവും സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഇടവക മക്കൾ, നമ്മളത് ഇടവക ദിനമായി കൊണ്ടാടുകയാണ്. കൊടിയേറ്റി അതിനുശേഷം നമ്മളെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇടവക ദിനം എന്ന് പറയുന്നത് അജി പറഞ്ഞതുപോലെ നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ വിളിച്ചോതുന്ന ഒരു ഒന്നിച്ചു ചേരലിന്റെ വലിയൊരു പുണ്യദിനമാണ്. എന്തുകൊണ്ടാണ് ഇടവക ദിനം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നിച്ചു കൂടേണ്ടതിന്റെ പ്രസക്തി? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും പല അവസരങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളും പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, എല്ലാ കുടുംബങ്ങളും അവരിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കുക. ഒരുപക്ഷെ തൊട്ടടുത്ത വീട്ടിൽ പോലും ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഇത് എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു പ്രകൃതം ഇന്ന് പല വ്യക്തികളും കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും 78 വീട്ടുകാരുണ്ടെങ്കിൽ ആ 78 വീട്ടുകാരുമായി നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓരോ ഇടവകാലങ്ങളുടെയും മുഖ്യ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തീർച്ചയായും ഈ ഒന്നിപ്പിന്റെ സുവിശേഷം ശരിക്കും പരക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രത്യേകിച്ച് ക്രൈസ്തവർ ഒത്തിരിയേറെ മൂല്യങ്ങളിൽ അടിവച്ച് വിശ്വസിക്കുന്നവരാണ്. മൂല്യങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നവരാണ്. ആ ഒരു മൂല്യങ്ങളിൽ നമ്മൾ വളരുവാനും നമ്മുടെ മക്കളെ വളർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഇടവകത്തിന്റെ എല്ലാവിധ നന്മകളും ഭാവങ്ങളും എല്ലാവർക്കും നേരുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു.